അങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോയിട്ട് വന്നതാണ്. 12 ദിവസത്തെ ഒരു ട്രെക്കിംഗ് ആയിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. ബേസ് ക്യാമ്പൊക്കെ പോകാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇനി ബേസ് ക്യാമ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണിത്. നമുക്ക് എങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാം, അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത്, എന്തൊക്കെ ചിലവ് വരും, എങ്ങനെ പോകാൻ പറ്റും, അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാനിത് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് 12 ദിവസം ട്രെക്ക് ചെയ്തിട്ടാണ് അവിടെ പോയത്. അപ്പോൾ അതിൻ്റെ ഓരോ ദിവസവും എങ്ങനെയായിരുന്നു, എവിടേക്കായിരുന്നു താമസിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു പോയിരുന്നത്, ഇതിൻ്റെ എല്ലാം പോയതിൻ്റെ മൊത്തം വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും എൻ്റെ ഈ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വീഡിയോ ഉണ്ടായിരിക്കും. അതുപോലെ ഇൻസ്റ്റഗ്രാമും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അപ്പം ഈ ഒരു 12 ദിവസവും ഞാൻ പോയിട്ട് വന്ന് എല്ലാം കഴിഞ്ഞ് വന്നു. ചെറിയ പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നല്ല ഓക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിനി ഞാൻ എങ്ങനെയാണ് പോയത് അതെന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം. നേപ്പാളിലാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഉള്ളത്. നമ്മൾ നേപ്പാളിൽ പോകുന്നത് പല രീതിയിൽ പോകാം. നമുക്ക് വേണമെങ്കിൽ ട്രെയിനിന് പോകാൻ പറ്റും, അല്ല ഫ്ലൈറ്റിന് പോകാൻ പറ്റും. നേപ്പാൾ ബോർഡർ വരെ നമുക്ക് ട്രെയിനോ ബസ്സിനോ പോയിട്ട് അവിടുന്ന് നമുക്ക് റോഡ് മാർഗം അങ്ങനെ പോകാൻ പറ്റും. കാഠ്മണ്ഡുവിലാണ് പോകേണ്ടത്. കാഠ്മണ്ഡുവിൽ നിന്നാണ് നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പോയെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിനായിരുന്നു പോകുന്നത്. കാരണം സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പോയത്. നമ്മൾ കുറേ സമയം എടുത്തിട്ട് ട്രെയിനിലോ ബസ്സിലോ പോയിട്ട് ഒത്തിരി സമയം എടുത്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. ഇപ്പോൾ ഏത് വഴി പോയാലും നമുക്ക് എമൗണ്ടൊക്കെ ഏകദേശം ആ രീതിയിൽ തന്നെ വരും. കാരണം 2-3 ദിവസം നമ്മളിപ്പം ട്രെയിനിനും ബസ്സിനും ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലവ് എന്തായാലും വരും. നമ്മുടെ ഫുഡും ഒക്കെ വരുന്നതും പിന്നെ ഈ ട്രാവലിങ് നമ്മൾ ഒത്തിരി ടയേർഡാവും. അതിനെക്കാട്ടി നല്ലത് എപ്പോഴും നോക്കുക, നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പേ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കുറവ് സമയമുള്ള ടൈം കാണും. ആ സമയത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയ്ക്ക് നമുക്ക് പോകാൻ പറ്റും. ഫ്ലൈറ്റിനൊക്കെ കുറച്ച് പൈസ എമൗണ്ട് കുറച്ചൊക്കെ ഫ്ലൈറ്റ് കിട്ടും നമുക്ക്. ഒരു ബാംഗ്ലൂരിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്നായിരുന്നു പോയത്. കൊച്ചിയിൽ നിന്ന് ഞാൻ പിന്നെ കാഠ്മണ്ഡുവിൽ ചെന്നു. കാഠ്മണ്ഡു ചെന്ന് കഴിഞ്ഞിട്ട് കാഠ്മണ്ഡു നമ്മൾ ഒരു ദിവസം ഞാൻ സ്റ്റേ ചെയ്തു. കാരണം നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, ഞാൻ അതിൻ്റെ കാര്യം പിന്നീട് പറയാം, അങ്ങനെ മേടിക്കേണ്ടത് കൊണ്ട് ഞാൻ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്നൊരു ലുക്ല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ട്രെക്കിങ് ആരംഭിക്കുന്നത്. കാഠ്മണ്ഡുവിൽ നിന്ന് ലുക്ല വരെ നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ പോകാം. ഒന്ന് നമുക്ക് നടന്ന് വേണമെങ്കിൽ പോകാം, അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിന് പോകാം. നടന്ന് പോകാം. പിന്നെ വണ്ടി സർവീസ് ഉണ്ട്. അത് പക്ഷേ ഒരുപാട് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ളതാണ്. കാരണം ഭയങ്കരമായിട്ട് ടയേർഡാവും. ഒത്തിരി സമയം എടുത്ത് ഒത്തിരി ഭയങ്കര റിസ്ക് പിടിച്ച ഒരു വഴിയിൽ കൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സമയം കൊണ്ട് നമുക്ക് ലുക്ലയിലെത്താം. അത് ഞാനൊരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ലുക്ല എന്ന് പറയുന്ന ഒരു എയർപോർട്ട് എന്ന് പറയുന്ന മോസ്റ്റ് ഡേഞ്ചറസ് എയർപോർട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. 12-13 പേർക്ക് കയറാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റാണ് നമുക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് ലുക്ല വരെയുള്ളത്. അത് ഞാൻ പോയപ്പം കാഠ്മണ്ഡുവിൽ നിന്ന് നമുക്ക് എപ്പോഴും ചിലപ്പോൾ ലുക്ലയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ടാവണമെന്നില്ല. രാംചേപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. രാംചേപ്പ് വഴി നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്ന് രാംചേപ്പ് വരെ എത്തണം. അത് ഏതെങ്കിലും വണ്ടിയിൽ നമുക്ക് ടാക്സി കിട്ടും. ആ ടാക്സിയിൽ നമ്മൾ രാംചേപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. രാംചേപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയതിന് ശേഷം അവിടെ നിന്നായിരിക്കും നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടാകുക ചില സമയങ്ങളിൽ. എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ പോയതിപ്പം കാഠ്മണ്ഡുവിൽ നിന്നില്ലായിരുന്നു, രാംചേപ്പിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രാംചേപ്പിൽ ചെന്നു. രാംചേപ്പ് നമുക്ക് ഈ ഫ്ലൈറ്റ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മൾ എന്തായാലും അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഫ്ലൈറ്റിൽ കയറണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എന്താണ് ഡേഞ്ചറസ് എന്ന് ചോദിച്ചാൽ, ഈ ഫ്ലൈറ്റ് പോകുന്നതെന്ന് പറഞ്ഞാൽ മലയിടുക്കുകളിൽ കൂടി പോകുന്നത്.
മൊത്തം മലയുടെ നടുക്കൂടാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. ആകെ ഹാഫ് ആൻ അവറിന് താഴെയുള്ളൂ ഈ ഫ്ലൈറ്റ് നമ്മൾ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട യാത്ര തന്നെയാണ്. കാരണം ഒരു ഫ്ലൈറ്റിൽ 12-13 പേർക്ക്, ഒരു സൈഡിൽ ഒരാൾ, അപ്പുറത്തെ സൈഡിൽ ഒരാൾ. അപ്പം നമുക്ക് ആ തലയിടിക്കും കയറുമ്പോൾ. അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ലുക്ലയിൽ നമ്മൾ എത്തി കഴിഞ്ഞിട്ട് ലുക്ലയിൽ നിന്ന് അന്ന് തന്നെ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലുക്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫക്ഡിങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ആദ്യത്തെ ദിവസം നമ്മൾ എത്തുന്നത്. ആദ്യം ഏകദേശം ഒരു 3-3:30 ആ ടൈമിൽ നമ്മൾ ട്രെക്ക് ചെയ്ത് നമ്മളവിടെ എത്തി അവിടെ സ്റ്റേ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ടീ ഹൗസസ്, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതാണ് നമ്മുടെ പിന്നെ തിരിച്ചു വന്നത് ഞാൻ ഈ കാഠ്മണ്ഡു വന്നിട്ട് രാംചേപ്പിൽ നിന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ഫ്ലൈറ്റ് കൊച്ചി വരുമായിരുന്നു. ഇതായിരുന്നു നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞു. ഇങ്ങനെയായിരുന്നു എൻ്റെ യാത്ര. ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം ഫ്ലൈറ്റിൽ, നമുക്ക് ഒത്തിരി സമയം എടുക്കാണ്ട് യാത്ര ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നേപ്പാൾ ബോർഡറിൽ ചെല്ലുന്ന രീതിയിൽ നമുക്ക് ട്രെയിനിനോ ബസ്സിനോ ഒക്കെ പോയിട്ട് അവിടുന്ന് നമുക്ക് ട്രാവൽ ചെയ്ത് കാഠ്മണ്ഡുവിലെത്തി. കാഠ്മണ്ഡുവിൽ വേണമെങ്കിൽ ഏതെങ്കിലും ടാക്സി എടുത്തിട്ട് ലുക്ലയിലെത്താം, അല്ലെങ്കിൽ നടന്ന് വേണമെങ്കിൽ അത്രയും ദിവസം കൂടെ നമ്മൾ നടന്ന് വേണം, പിന്നെയും ട്രെക്ക് ചെയ്ത് വേണം നമ്മൾ പോകാൻ. അങ്ങനെ വേണവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു തവണയെങ്കിലും ഈ മോസ്റ്റ് ഡേഞ്ചറസ് എയർപോർട്ട് എന്ന് പറയുന്നത് ലുക്ല എന്ന് പറഞ്ഞ സ്ഥലം, അതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡിൻ്റെ അത്രയുമേ ഉള്ളൂ. ആ ഒരു ഫ്ലൈറ്റ് യാത്ര നമ്മൾ ജീവിതത്തിൽ ഒന്നെങ്കിലും, നിങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ഒരു ഡേഞ്ചറസ് ആണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത്. ഞാൻ പോയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒറ്റയ്ക്കാണ് ഞാൻ യാത്ര ചെയ്തത്. നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ബേസ് ക്യാമ്പിൽ പോകാൻ പറ്റും. പക്ഷേങ്കിൽ നമുക്കൊരു ഗൈഡിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമുക്ക് പോകുന്ന വഴിയിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഗൈഡിനെ നമ്മൾ എടുത്തു. പിന്നെ ഒരു പോർട്ടറെ. നമുക്കിതൊക്കെ വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് വേണമെങ്കിലും എടുക്കാം. നേരത്തെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഏതെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല കമ്പനിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഒരു ഗൈഡിനെ നമുക്ക് കിട്ടും. പിന്നെ ഈ ലുക്ല എയർപോർട്ടിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പോർട്ടറൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് വലിയ ലഗേജ് ബാഗൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ബാഗൊക്കെ പിടിച്ചിട്ട് നമ്മൾ അത്രയും ദൂരം 5364 മീറ്ററിലാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ എത്തുമ്പം നമുക്കിത് ഭയങ്കര ഹെവി ആയിരിക്കും. ഈ ലഗേജും പിന്നെ ചെറിയൊരു ബാഗ് കാണും, ഇതെല്ലാം. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലുക്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോർട്രേ കിട്ടും, ഗൈഡിൻ്റെ ആവശ്യമില്ലെങ്കിൽ. അപ്പോൾ ഗൈഡിനെ എടുത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഞാനിപ്പോൾ പോയപ്പം ഗൈഡിനെ എടുത്തു, പോർട്രേ എടുത്തു. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡിനെ തരണമെന്ന് പറഞ്ഞൊരു കമ്പനി കോൺടാക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്നും ഇപ്പോൾ പോകുന്ന വഴിയിലാണെങ്കിലും എന്തെല്ലാമാണ്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ പഠിക്കാനും ഒക്കെ പറ്റി. നമ്മൾ പിന്നെ പോകുന്ന വഴിയിൽ ഓരോ സ്ഥലത്തും അവിടെ ഒന്നും ടെൻറ്റ് സ്റ്റേ അങ്ങനെയൊന്നും എനിക്ക് കണ്ടില്ല. എനിക്കറിയില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത്. നമ്മളവിടെ ടീ ഹൗസസ് ആണ് കൂടുതലുള്ളത്. പോകുന്ന വഴിയിലൊക്കെ ടീ ഹൗസസ് ഉണ്ട്. അപ്പം നമ്മളൊരു ദിവസം ഇത്ര കിലോമീറ്റർ നടന്ന് ഇത്ര മണിക്കൂറായിരിക്കും എടുത്ത് അത്രയും കിലോമീറ്റർ നടന്നിട്ട് ഈ ടീ ഹൗസസിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്. അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ രാവിലെ നമ്മൾ മോർണിംഗ് വീണ്ടും ട്രെക്കിങ് ആരംഭിക്കുക ചെയ്യുന്നു. അടുത്ത ദിവസം വീണ്ടും നമ്മൾ അടുത്തൊരു സ്ഥലത്തെത്തും. ആ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റേ ചെയ്യും. ആ സ്റ്റേ ചെയ്ത് നമ്മൾ വീണ്ടും അടുത്ത ദിവസം അങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫുഡും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഈ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് പൈസ കൂടുതലാണ്. നമ്മളിപ്പം എന്തായാലും അറിയാമല്ലോ, ഇതൊരു പിന്നെ ഒരു ഹിമാലയ അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ. അപ്പം നമുക്ക് അവിടെ റോഡ് മാർഗം സാധനം എത്തിക്കുക അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളില്ല. ഒന്നുകിൽ ഇത് മ്യൂളിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ കുതിരപ്പുറത്ത്, അല്ലെങ്കിൽ യാക്കിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ പിന്നെ ഹെലികോപ്റ്ററിലൊക്കെയാണ് അവിടെ ഫുഡുകൾ എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് പൈസ ഉണ്ടാവും, നല്ലവണ്ണം പൈസയാവും. അപ്പോൾ അത് നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നല്ല ഭക്ഷണമായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ ദിവസം ഏകദേശം 2 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം നാംചെ ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യും. ആ സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്.
കാരണം നമുക്ക് ബോഡി നമ്മുടെ ആ ഒരു ഒരു വെതറുമായിട്ട് നമ്മൾ അനുയോജിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ അവിടെ വീണ്ടും ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ നാംചി ബസാർ എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നാംചി ബസാർ എന്ന് പറഞ്ഞത്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുമ്പോൾ ഉള്ള ലാസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ദിവസം ഒരു മൗണ്ടൻ കയറും. അവിടെ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ വ്യൂ, എവറസ്റ്റിൻ്റെ ആദ്യത്തെ വ്യൂ കിട്ടും. അവിടെയാണ് എവറസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ആ വ്യൂ പോയിന്റിൽ നിന്ന് എവറസ്റ്റിൻ്റെ വ്യൂ, ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് എവറസ്റ്റിൻ്റെ വ്യൂ കിട്ടുകയാണ്. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് വീണ്ടും നമ്മൾ പിറ്റേ ദിവസം വീണ്ടും ട്രെക്കിങ് ആരംഭിക്കും. 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഗ്രീനറി എല്ലാം പോവും, മൗണ്ടൻസ് മാത്രം ഉണ്ടാവും, മൗണ്ടൻസ് മാത്രം കണ്ടിട്ട് പോവും. കാരണം അപ്പം നമ്മുടെ ഓക്സിജൻ ലെവല് കുറയും, നമ്മൾ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നം ഉണ്ടാവും, AMS അടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ഓക്സിജൻ അവിടെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും കുറയാണ്ട് നമുക്ക് പോകാൻ പറ്റും. ഞാൻ പോയ വഴിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. കുറേ ഇങ്ങനെ ഞാൻ പോയപ്പം ഞാൻ മലയാളികളെ ആരെയും കണ്ടില്ല, ഫോറിനേഴ്സും ഒക്കെ ആയിരുന്നു, കൂടുതലും ഉണ്ടായിരുന്ന ഫോറിനേഴ്സൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ 7 ദിവസമാവും. 7ാമത്തെ ദിവസം നമ്മൾ ഗോരഷേബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം പിറ്റേ ദിവസം നമ്മൾ ബേസ് ക്യാമ്പ് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഗോരഷേബം സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് കിട്ടുന്ന സന്തോഷം, നമ്മൾ നാളെ നമ്മുടെ ആ ഒരു എയിം പൂർത്തിയാക്കാൻ പോവുകയാണ് എന്നുള്ളൊരു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോരഷേബിലെത്തിയിട്ട് ഗോരഷേബിൽ നിന്ന് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തും. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഒരുപാട് സമയം നമുക്ക് നിൽക്കാൻ പറ്റില്ല, എപ്പോഴെങ്കിലും വെതർ ചേഞ്ച് ആകാം. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ മഞ്ഞുവീഴ്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെതർ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആകാം, ഏത് സമയത്ത് വേണമെങ്കിലും വെതർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നല്ലൊരു വെതറായിരുന്നു. ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയപ്പം എനിക്ക് നല്ല രീതിയിൽ ബേസ് ക്യാമ്പിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ എവറസ്റ്റ് കാണാൻ പറ്റി. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. കാരണം ബേസ് ക്യാമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ എവറസ്റ്റിനെ നമ്മൾ കാണുകയാണ്. അത് കുറച്ച് സമയം, ഒരു ഇച്ചിരി സമയമുള്ളൂ, പിന്നെ പെട്ടെന്ന് അത് ക്ലൗഡ്സ് ആയിട്ട് മാറും. ക്ലൗഡ്സൊക്കെ വന്ന് നിറഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് നല്ല വെതറായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഗോരഷേബിലേക്ക് വന്ന് അവിടെ താമസിച്ച് ഏർലി മോർണിംഗ് ഏതാണ്ട് 3 മണി ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കാലാപത്രം എന്ന് പറഞ്ഞ ഒരു മൗണ്ടൻ ഉണ്ട്, അവിടെ കയറും. എന്തിനാണെന്ന് ചോദിച്ചാൽ സൂര്യോദയം കാണാനും എവറസ്റ്റ് ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇടമാണ് ഈ കാലാപത്രം എന്ന് പറയുന്നത്. അത് നമ്മൾ 3 മണിക്ക് ട്രെക്ക് ചെയ്ത് കൊടും തണുപ്പത്താണ്. അതൊക്കെ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്കൊരു അഡ്വഞ്ചറായിട്ട് തോന്നി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ അവിടുന്ന് ഹെഡ് ലാമ്പൊക്കെ വെച്ചിട്ടാണ് രാത്രി കയറുന്നത്. അപ്പം ഇത് കയറി നമ്മൾ അവിടെ നിന്ന് ഓരോ മൗണ്ടൻസിൽ നമുക്ക് ഈ സൂര്യൻ ഉദിച്ച് വന്നിട്ട് ഓരോ മൗണ്ടൻസിൽ അടിച്ച് ഇങ്ങനെ പോകുന്നത്, നമ്മുടെ എവറസ്റ്റിനെ തൊട്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ കിട്ടുമ്പോൾ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ അത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അന്ന് തന്നെ നമ്മൾ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഗോരഷേബിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അന്ന് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. തിരിച്ചിറങ്ങുമ്പം നമുക്ക് പ്രശ്നമില്ല, കാരണം 8 ദിവസം കൊണ്ട് നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തുന്നത് ഏകദേശം 3 ദിവസം കൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങും. 3 ദിവസം കൊണ്ട് താഴേക്ക് ഇറങ്ങി നമ്മൾ ലുക്ലായിലെത്തും. ലുക്ലായിലെത്തിയിട്ട് ലുക്ലയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഡേഞ്ചറസ് ഫ്ലൈറ്റിൽ കയറിയിട്ട് നമ്മൾ രാംചീപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. ഞാൻ പോയപ്പോൾ അങ്ങനെയായിരുന്നു. കാഠ്മണ്ഡുവിൽ വേണമെങ്കിലും നമുക്ക് പോകാം, പക്ഷേ കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈറ്റ് അന്നില്ലായിരുന്നു. അങ്ങനെ രാംചീപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. വെതർ അനുസരിച്ച് മാത്രം പോകുന്ന ഒരു ഫ്ലൈറ്റാണത്. ഉച്ചയ്ക്ക് മുമ്പ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ അത് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതിൻ്റെ 2-3 ദിവസം മുമ്പൊക്കെ തലേദിവസം വരെയും നമുക്ക് ഫ്ലൈറ്റ് ഇല്ലായിരുന്നു, ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു. കാരണം ഭയങ്കര വെതറൊക്കെ മോശമായതുകൊണ്ട് തന്നെ അവിടെ ഫ്ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പം എന്തായാലും ഭാഗ്യവശാൽ എനിക്ക് ഞാൻ വന്ന ദിവസം തന്നെ എനിക്ക് ഫ്ലൈറ്റ് കിട്ടി.
അങ്ങനെ ഞാൻ രാംചേപ്പിലെത്തി. രാംചേപ്പിൽ നിന്ന് പിന്നെ കാഠ്മണ്ഡുവിൽ വന്നു ഒരു ദിവസം സ്റ്റേ ചെയ്തു. കാഠ്മണ്ഡു കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ടാണ് തിരിച്ച് ഞാൻ കൊച്ചിയിലേക്ക് എത്തിയത്. ഇങ്ങനെയായിരുന്നു എൻ്റെ യാത്ര. ഇതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതണം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ട്രെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ പക്ഷേ ഒരു ഇത്രയും ദൂരത്തോട്ട്, ഇത്രയും ഒരു ആൾട്ടിറ്റ്യൂഡ് പ്രശ്നമുള്ളിടത്തോട്ട് നമുക്ക് കൊടും തണുപ്പത്തോട്ട് പോകുമ്പോൾ അതിൻ്റേതായ ആവശ്യമായ എല്ലാ സാധനങ്ങളും വേണം. എന്ന് വെച്ചാൽ ഓരോ ദിവസവും രാത്രിയിൽ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര നല്ല തണുപ്പായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു 3 ലെയറെങ്കിലും ഓരോ ദിവസം ഇടേണ്ടി വരും. പിറ്റേ 2-3-4 ദിവസം കഴിയുമ്പോൾ അത് കൂടി 5 ലെയർ വരെയൊക്കെ നമുക്ക് ഇടേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് തെർമൽ ടീഷർട്ട്, തെർമൽ പാൻറ്റ്, പിന്നെ അതിൻ്റെ പോലെ ഫ്ലീസ്, പിന്നെ ടീഷർട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ -8 വരെ പോകുന്ന ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ കൂടുതൽ സമയം ഉപയോഗിച്ചിരുന്നത്. പിന്നെ ലാസ്റ്റ് ദിവസമൊക്കെ എനിക്കൊരു ഡൗൺ ജാക്കറ്റ് ഞാൻ അവിടുന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് റെൻറ്റിനെടുത്തു. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പം നമ്മൾ ട്രെക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ കയ്യിൽ കാണും. അല്ല, ആദ്യമായിട്ടൊരു ബിഗിനർ എന്ന് പറഞ്ഞ ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് പോവുക, ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇതൊന്നും പ്രശ്നമേ അല്ല. ഇതൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാഠ്മണ്ഡുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം റെൻറ്റിന് കിട്ടും. A to Z കാര്യങ്ങൾ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. ചെറിയ പൈസയുള്ളൂ റെൻറ്റിൻ്റെ എമൗണ്ടൊക്കെ വരുന്നത്. ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഒന്ന് സ്ലീപ്പിംഗ് ബാഗ്, ഒന്ന് ഡൗൺ ജാക്കറ്റ്. ഏതാണ്ട് -20 വരെ പോകുന്ന ഒരു ജാക്കറ്റ് ഞാൻ എടുത്തിരുന്നു. അതെനിക്ക് ഒരു ലാസ്റ്റ് ഒരു 3 ഡേയ്സൊക്കെ എനിക്ക് ആവശ്യമായിട്ട് വന്നു. കാരണം ഡൗൺ ജാക്കറ്റ് നമുക്ക് ലാസ്റ്റ് ഡേ ഒക്കെ നല്ല തണുപ്പായതുകൊണ്ട് അതൊക്കെ ഇടേണ്ട വന്നു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രെക്കിംഗ് പോള്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രെക്കിംഗ് ഷൂവ്, അതുപോലെ തന്നെ പാൻറ്റ്, ടീഷർട്ട്, ക്യാപ്പ്, കണ്ണാടി, ഗ്ലൗസ്, സോക്സ്, എന്ത് വേണമെങ്കിലും അവിടുന്ന് നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റും. കാഠ്മണ്ഡുവിൽ റെൻറ്റിനെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നാംചെ ബസാറിൽ നിന്ന് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് റെൻറ്റിന് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് സാധാരണ ഒരു ബാഗുമായിട്ട് നമുക്ക് പോയി കഴിഞ്ഞാലും ഇതെല്ലാം റെൻറ്റിനെടുത്ത് പോയിട്ട് നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് പൈസ കൊടുത്ത് തിരിച്ച് വരാൻ പറ്റും. കാരണം വലിയ പൈസയൊന്നും ആകത്തില്ല റെൻറ്റിനുള്ള. വലിയ പൈസ, ഇത്ര ദിവസത്തേക്കുള്ള പൈസ അവർ മേടിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ട്രെക്കിംഗ് ഷൂ എന്തായാലും അത്യാവശ്യമാണ്. ട്രെക്കിംഗ് ഷൂ ഇല്ലാണ്ട് പോകരുത്. അത് നല്ല ട്രെക്കിംഗ് ഷൂ തന്നെ മേടിക്കുക. കാരണം മഞ്ഞിനകത്തൂടെ പോകുന്നതും അല്ലാണ്ട് കല്ല്, പാറ, എല്ലാത്തിനകത്തൂടെയും പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഷൂ ഇട്ടിട്ട് പോകുമ്പോൾ അത് പറ്റത്തില്ല. നമ്മുടെ കാലിനൊക്കെ വേദന ഉണ്ടാവും. മഞ്ഞിനകത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം നനയും. ട്രെക്കിംഗ് ഷൂ വാട്ടർ പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും പ്രശ്നമില്ല. നമുക്കിതൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ച ഡെക്കാത്ലോണിൻ്റെ ഷൂ ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ ഷൂ ആയിരുന്നു എനിക്ക് നല്ലതായിട്ട് പ്രയോജനം ഉണ്ടായി. കാരണം നമ്മൾക്ക് എടുക്കുമ്പോൾ നമ്മുടെ എത്രയാണോ നമ്മുടെ അളവ് അതിൻ്റെ 1 ഇഞ്ച് കൂടെ കൂടുതൽ വേണം നമ്മളെപ്പോഴും ഷൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ബിഗിനർ എന്ന് പറഞ്ഞ ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ നമുക്ക് ഡെക്കാത്ലോൺ പോലുള്ള സാധനങ്ങൾ ആ സ്ഥലങ്ങളിലൊക്കെ മേടിക്കാൻ കിട്ടും. അല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ചെന്ന് റെൻറ്റിനെടുത്ത് വേണമെങ്കിലും പോകാൻ പറ്റും. ഇതാണ് നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ തന്നെ ഇതെല്ലാം ഞാൻ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമുക്ക് പോകുന്ന വഴിക്ക് ചെറുതായിട്ട് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സ്, സ്നിക്കേഴ്സ് പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചോക്ലേറ്റ്സും ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റും. കാരണം നമുക്ക് ഇത്രയും നമ്മൾ നടക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഈ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്ന കൂടാണ്ട് നമുക്കൊരു എന്തായാലും തളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എനർജി കിട്ടും, നടക്കാനുള്ള എനർജിയൊക്കെ കിട്ടും. അപ്പോൾ അതുകൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ലോണം വെള്ളം കുടിക്കണം. ഒരു ദിവസം ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അത് നല്ല വാട്ടർ ബാഗ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബാഗിൽ വെച്ചിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് ഇത് എടുത്ത് കുടിക്കാനുള്ള ഒരു മടി കാരണം നമ്മളത് ചിലപ്പോൾ എവിടെയെങ്കിലും കുറേ ദൂരം നടന്നിട്ടായിരിക്കും വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിക്കാണ്ട് വരുമ്പോഴാണ് ഈ AMS, തലവേദന, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്.
അപ്പോൾ അതിനേക്കാൾ നല്ല വാട്ടർ ബാഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്യൂബ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും സിപ്പ് ചെയ്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. അത് 2 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 3 ലിറ്ററിൻ്റെയോ വാട്ടർ ബാഗ് മേടിച്ചാൽ മതി. അത് നമുക്ക് ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലും കളക്ട് ചെയ്യാം. അപ്പോൾ അവിടെയൊക്കെ വെള്ളം കിട്ടും. അത് പക്ഷേ എത്രമാത്രം നല്ലതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് രാവിലെ വെള്ളം എടുക്കുമ്പോൾ തന്നെ 1 ലിറ്ററിന് ഒരെണ്ണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനകത്ത് ഇട്ട് വെച്ചേക്കും. അത് പ്യൂരിഫൈ ചെയ്യും. നമ്മൾ അങ്ങനെ ആയിരിക്കും കുടിക്കുക ചെയ്യുന്നത്. അല്ലെ വെള്ളം മേടിച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിലിനൊക്കെ 200 300 രൂപയൊക്കെ ആയിരിക്കും ബോട്ടിലിനുണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് അത്രയും പൈസ ചിലവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് നമ്മൾ കരുതിയിരുന്നാൽ മതി. പിന്നെ എപ്പോഴും നമ്മൾ വേണ്ടിയ നമുക്ക് എന്തൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ തലവേദനയോ അല്ലെങ്കിൽ പനിയോ എങ്ങനെയുള്ള ഛർദിലോ അല്ലെങ്കിലോ പിന്നെ ലൂസ് മോഷൻ അങ്ങനെ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ടാബ്ലറ്റുകൾ എപ്പോഴും നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. എവിടെ പോകണം, ഒരു ട്രെക്കിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ടാബ്ലറ്റുകൾ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൊണ്ടുപോകണം. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലവേദന എന്തായാലും നമുക്കുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റും കാര്യങ്ങളും അത്യാവശ്യ ടാബ്ലറ്റ്, കാരണം അവിടെ ഒന്നും മേടിക്കാൻ കിട്ടില്ല. കാഠ്മണ്ഡുവിൽ നിന്നല്ലേ മേടിച്ചിട്ട് പോകണം. അതിനെക്കാട്ടി തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തൊക്കെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയും. അതൊക്കെ മേടിച്ചിട്ട് പോകാം. ഗ്യാസ് ട്രബിൾ ഉണ്ടാകും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് അങ്ങനെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ ടാബ്ലറ്റുകൾ എപ്പോഴും കയ്യിൽ കരുതാൻ മറക്കരുത്. അങ്ങനെ അത് വേണം. പിന്നെ ഞാൻ എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മളിപ്പം ഒരു വ്ളോഗർ അല്ല, സാധാരണ രീതിയിൽ പോകുന്ന ഒരാളെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റിക്ക് ട്രെക്കിംഗ് പോള് 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരുപാട് പ്രയോജനമാണ്. കാരണം 2 കയ്യിലും പിടിച്ച് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ലാണ്ട് നടക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ട്രെക്കിംഗ് പോൾ മാത്രമേ എനിക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഒരു കയ്യിൽ സ്റ്റിക്ക് മാത്രം പിടിച്ച് ഒരു കയ്യിൽ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വ്ളോഗർ അല്ല, വീഡിയോ എടുക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ 2 ട്രെക്കിംഗ് ബോൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല പ്രയോജനം, ഒരേപോലെ തന്നെ 2 എണ്ണം മേടിക്കുക, അത് നമുക്ക് നല്ല പ്രയോജനം ഉണ്ടായിരിക്കും. അതാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും നമുക്ക് ഒരു മങ്കി ക്യാപ്പ് അത്യാവശ്യമാണ്. രാത്രിയിലൊക്കെ കിടക്കാൻ നേരം നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നല്ല ഫുൾ കവർ ചെയ്ത് വേണം നമുക്ക് മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ നെക്കൊക്കെ നല്ല കവർ ചെയ്താൽ പിന്നെ ത്രോട്ടിന് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു നല്ല സോക്സ്, നല്ല കട്ടിയുള്ള സോക്സൊക്കെ രാത്രിയിൽ ഇട്ടുകൊണ്ടിരിക്കണം. പിന്നെ അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ബാത്റൂമിൽ വെള്ളം അങ്ങനെയൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് പേപ്പർ നമ്മൾ കയ്യിൽ കരുതണം. ടോയ്ലറ്റ് പേപ്പർ അത്യാവശ്യമാണ്, അല്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിരിക്കണം. ഇത്രയുമാണ് നമ്മൾ കയ്യിൽ കരുതേണ്ട സാധനങ്ങളെന്ന് പറയുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ട്രെക്കിങ്ങിന്, ഇത് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് നല്ലതായിട്ട് ഹാർഡായിട്ടുള്ളതാണ്. ഇതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ പ്രിപ്പറേഷൻസ് നടത്തണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. പ്രിപ്പറേഷൻസ് നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചാടിക്കയറി ഈ വീഡിയോ കണ്ടു അല്ലെ വേറൊരു വീഡിയോ കണ്ടു, ചാടിക്കയറി ഞാനിപ്പം എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണം എന്ന് വിചാരിച്ച് ഒരിക്കലും പോകരുത്. നമുക്ക് പാതി വഴിക്കിട്ട് നിർത്തിയിട്ട് വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു 2 മാസം മുമ്പെങ്കിലും നമ്മൾ നല്ലതായിട്ട് നടക്കണം. നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യണം. ഓടി നമ്മുടെ ബോഡി നല്ല ഫിറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ചെന്ന് നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പോയി വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ജിമ്മിൽ പോയിട്ട് നല്ലോണം ഞാൻ വർക്കൗട്ട് ചെയ്യും. നമുക്ക് ഒരു ട്രെയിനറെ വെച്ച് തന്നെ ഞാൻ നല്ലോണം വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അത് കൂടാതെ തന്നെ ഞാൻ നടക്കുമായിരുന്നു. അല്ലാണ്ട് തന്നെ ഞാൻ ഒരു 5-6 കിലോമീറ്റർ ഒരു ദിവസം ഞാൻ നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം നമുക്ക് ബ്രീത്തിങ് എക്സർസൈസ് എപ്പോഴും നമുക്ക് യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ബ്രീത്തിങ് എക്സർസൈസ് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അണച്ച് ഞാൻ ഇത്രയും നല്ലതായിട്ട് ഹെവി ആയിട്ടുള്ള നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പോലും നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ വീഡിയോ എടുത്ത് സംസാരിച്ചുകൊണ്ട് പോവാം. ഞാൻ വോയിസ് ഓവർ കയറ്റുകയല്ല, എല്ലാം ഞാൻ അതിനകത്ത് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ പോവാം. അപ്പോൾ നമുക്കറിയാമല്ലോ എത്രമാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ എന്തായാലും നമ്മൾ നടക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും.
അപ്പോൾ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സർസൈസ് എന്തായാലും വേണം. അത് നമ്മൾക്ക് നല്ല രീതിയിൽ ചെയ്യണം. പറ്റിയില്ലെങ്കിൽ ഒന്നൊന്നര മാസമെങ്കിലും നമ്മൾ ഒന്നുകിൽ ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ റോഡിലോ എവിടെയാണെന്ന് വെച്ചാൽ നടക്കുകയോ ഓടുകയോ ഒക്കെ നല്ലതായിട്ട് ചെയ്യുക. അത് ഒരു ദിവസം മുടക്കാണ്ട് പോകുന്നതിന് മുമ്പ് വരെ പോകുന്നതിൻ്റെ തലേദിവസം വരെ നല്ലോണം ചെയ്യുക. അത് നമുക്ക് നല്ലൊരു നമുക്ക് പോകാൻ നേരം, നമുക്ക് ബേസ് ക്യാമ്പൊക്കെ പോകാൻ നേരം നമുക്ക് നല്ല ബോഡിക്ക് നല്ലൊരു ഇതായിരിക്കും കിട്ടുക. അപ്പം അങ്ങനെ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോകാനേ ഞാൻ പറയുള്ളൂ. അതിപ്പോൾ നമ്മളിപ്പോൾ ഏത് ട്രെക്കിങ്ങിന് പോയാലും നമ്മൾ നല്ലോണം നടന്നിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിരിക്കും, നടക്കാൻ നല്ല ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ ടെൻ്റ് ഒന്നും അടിച്ച് താമസിക്കാനുള്ള ഇടമൊന്നുമില്ല. കാരണം ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, അങ്ങനെ അവിടെ സമ്മതിക്കുമോ ഇല്ല എന്നുള്ള അറിയത്തില്ല. പക്ഷെ ടെൻറ്റുകൾ ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ പോകുന്ന ഗൈഡ് അല്ലെങ്കിൽ പോർട്ടർമാരൊക്കെ താമസിക്കുന്ന, ഷെർപ്പകളൊക്കെ താമസിക്കുന്ന ടെൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും ഇല്ല, ചില സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് ഒരു ട്രെക്ക് ചെയ്യാൻ വരുന്നവർ വന്ന് ടെൻ്റ് അടിച്ച് അവിടെ താമസിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ഞാൻ കണ്ടില്ല. അതെനിക്കറിയില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഈ ടീ ഹൗസസ് എന്ന് പറയുന്നത് വലിയ പൈസ താമസിക്കുന്നതിന് വലിയ പൈസ ഉണ്ടാവില്ല. പക്ഷെ ഫുഡ് നമുക്ക് എടുക്കുമ്പോഴത്തേക്കും പൈസ എന്തായാലും ഉണ്ടാവും. ഫുഡിന് എന്തായാലും നല്ല പൈസയാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. എല്ലാവരും വിചാരിക്കും നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്കൊരു ടെൻറ്റും ഒക്കെ ആയിട്ട് പോകാം, അല്ലെങ്കിൽ കുറച്ച് സാധനമൊക്കെ ആയിട്ട് ഫുഡൊക്കെ ആയിട്ട് പോകാം. അപ്പോൾ അവിടെ ചെന്ന് കറി വെച്ച് അല്ലെങ്കിൽ ചോറ് വെച്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരത്തില്ല. ഞാൻ കണ്ടില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇനി അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പോയ വഴിക്കൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ടെൻറ്റുകൾ കാണാം. അത് ഞങ്ങൾ താമസിച്ച സ്ഥലത്തൊക്കെ ടെൻറ്റുകളുണ്ട്. അത് ഈ ഗൈഡുമാരും അതുപോലെ തന്നെ പോർട്ടർമാരും ഒക്കെ താമസിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെക്കിങ്ങിന്, ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിന് എനിക്ക് എത്ര രൂപ ചിലവായി എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞു, നമുക്ക് ഈ പൈസ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അത് എന്തായാലും ഒരുപാട് മാറ്റമൊന്നും ഉണ്ടാവത്തില്ല, ഡിഫറൻസ് ഒന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മളിപ്പം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല, കാഠ്മണ്ഡു ടു കാഠ്മണ്ഡു എനിക്ക് ചിലവായതെന്ന് പറഞ്ഞാൽ 75K ആണ്, 75,000 രൂപയാണ് എനിക്ക് ചിലവായത്. എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറയല്ലോ, അവിടുത്തെ നല്ലൊരു കമ്പനിയാണ് എനിക്ക് ഗൈഡിനെയും പോർട്ടറിനെയും തന്നതും. അതുപോലെ തന്നെ ഫുഡും അക്കോമഡേഷനും ഇതിനകത്ത് ഉൾപ്പെട്ടു. ഫുഡ്, അക്കോമഡേഷൻ, ഗൈഡ്, പോർട്ടർ, ഇത്രയും കൂടെ എനിക്ക് കാഠ്മണ്ഡു ടു കാഠ്മണ്ഡു എന്ന് വെച്ചാൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഫ്ലൈറ്റ് ലുക്ല വരെയുള്ള ഫ്ലൈറ്റ്, ലുക്ലയിൽ നിന്ന് തിരിച്ച് കാഠ്മണ്ഡുവിലോടേക്കുള്ള, കാഠ്മണ്ഡു അല്ല, ഞാൻ രാംചേപ്പായിരുന്നു, അവിടേക്കുള്ള ഫ്ലൈറ്റ്, അവിടെ നിന്നുള്ള ട്രാവല്, കാഠ്മണ്ഡു എന്നുള്ള ട്രാവല്, പിന്നെ നമ്മൾ പോകുന്ന ദിവസം ഒരു ദിവസം സ്റ്റേ, അതിൻ്റെ ഫുഡ്, തിരിച്ചിറങ്ങി വരുമ്പോൾ അവിടെ ഒരു ദിവസം നമ്മൾക്ക് സ്റ്റേ ഉണ്ട്, അതിൻ്റെ ഫുഡ്, ഇതെല്ലാം ഉൾപ്പെടെ ഇത്രയും ദിവസത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ചൂടുവെള്ളമോ എന്തെങ്കിലും മേടിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് വിസയൊക്കെ നമ്മൾക്കാകുന്നത്. അതുപോലെ നെറ്റ്വർക്ക് അങ്ങനെയൊക്കെയുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ടി വേറെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല. അല്ലാണ്ട് എനിക്ക് 75,000 രൂപയാണ് എനിക്ക് ചിലവായിട്ടുള്ളത്. അത് 70 മുതൽ 80, 85 വരെയൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്. നല്ല ഫുഡും അക്കോമഡേഷനും, എല്ലാ അക്കോമഡേഷനൊക്കെ ഇതുപോലൊക്കെ തന്നെ ഉള്ളൂ. ഫുഡും നമുക്ക് ഈ പറഞ്ഞല്ലോ, എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡും കാര്യങ്ങളും എല്ലാമായിരുന്നു, നല്ല സ്റ്റേയുമായിരുന്നു. സ്റ്റേ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറിയാണ്, ചെറിയൊരു മുറിയിൽ ഒരു ചെറിയ ബെഡ്, 2 പേർക്കുള്ളൊരു ബെഡാണ്, ചെറിയൊരു ബെഡ്, ചെറിയ മുറി, ബാത്റൂം ചിലപ്പോൾ കോമൺ ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് റൂമിൽ തന്നെ പിന്നെ ഉള്ള ബാത്റൂം ആയിരിക്കാം. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് 75 രൂപയാണ്. പിന്നെ നമുക്ക് കേരളത്തിൽ നിന്നുള്ള കാഠ്മണ്ഡു വരെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ തന്നെ തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, അതെല്ലാം വേറെ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ റെൻറ്റിനെടുത്ത സാധനങ്ങൾ അത് നമ്മൾ തന്നെ കൊടുക്കേണ്ട സാധനം, നമുക്ക് വേണ്ടിയ സാധനങ്ങൾ നമ്മൾ റെൻറ്റിനെടുക്കണമല്ലോ, അതിനുള്ള പൈസ വേറെ ആയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ട് വലിയ പൈസ മുടക്കേണ്ടതായിട്ട് വന്നില്ല. ഈ ഫ്ലൈറ്റിനാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ ഒരു 2-3 മാസം മുമ്പേ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നു. കാരണം ഞാനിത് ഒരു 1.5 വർഷം മുമ്പേ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു കാര്യമായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോകാൻ ആഗ്രഹിച്ചതും
ആ ഒരു സമയത്തേക്ക് പോകണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഞാൻ ടിക്കറ്റ്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പൈസ ആയില്ല ടിക്കറ്റ് ചാർജൊക്കെ. അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് നേരത്തെ അപ്പ് ആൻഡ് ഡൗൺ എടുത്ത് വെച്ചിരുന്നു, അതുകൊണ്ട് വലിയ പൈസ ആയില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോഴും അങ്ങനെ നോക്കുക, പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഒന്ന് കണക്ക് കൂട്ടി നേരത്തെ എപ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നോക്കുക, അല്ല ട്രെയിനിനാണെങ്കിൽ ട്രെയിനിൽ നോക്കുക. അപ്പോൾ നമുക്ക് ചെറിയ പൈസയ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയുമായിരുന്നു എനിക്ക് ചിലവായി. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പോർട്ടറിനും ഗൈഡിനും ചെറിയൊരു ടിപ്പ്, നമുക്കിഷ്ടമുള്ള പോലെ, അവർ പറയത്തൊന്നുമില്ല, നമുക്ക് ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും ദൂരം നമ്മുടെ കൂടെ വന്നതാണ്, നമുക്ക് ഹെൽപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ പോർട്ടർക്കും ഗൈഡിനും നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് മനസ്സ് എത്ര വരുന്നത് ആ പൈസ നമുക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയല്ല, കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏത് സമയത്ത് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാൻ പറ്റിയ സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് സെപ്റ്റംബറിൽ നല്ല സമയമാണ്, അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നല്ല സമയമാണ്. ഞാൻ പോയത് ഏപ്രിൽ മാസത്തിലായിരുന്നു. അന്നേരം റോഡോഡെൻഡ്രൻ ഒക്കെ പൂത്ത് നിൽക്കുന്ന സമയമാണ്. കാരണം നല്ല നല്ല പൂക്കൾ എന്ന് വെച്ചാൽ പല കളറിലുള്ള പൂക്കളൊക്കെ കണ്ട് നമുക്ക് നല്ല ഭംഗി. തിരിച്ച് വന്നപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് റോഡോഡെൻഡ്രൻ നല്ലതായിട്ട് കാണാം. നല്ല പൂക്കൾ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടാൽ മതി, നല്ലതായിട്ട് കാണാം. നമുക്ക് എല്ലാം പൂത്ത് നിൽക്കുന്നത് എന്തോ രസമാണെന്നറിയാമോ. മൗണ്ടൻസിൻ്റെയൊക്കെ അവിടെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം. അപ്പം അത് നല്ലൊരു സമയമാണ്. തിരിച്ച് ഞാൻ വന്ന ഈ 8 ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഈ പൂക്കളെല്ലാം പോയിട്ട് ഇടയ്ക്കൊക്കെ ഉള്ളൂ, വല്ലയിടത്തൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ ഈ പൂക്കളുണ്ടായിരുന്നു. ഞാൻ ഏപ്രിൽ മാസത്തിലായിരുന്നു പോയിരുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം നല്ല മാസമാണ്, പോകാൻ പറ്റിയ നല്ല ക്ലൈമറ്റ്, നല്ല കുഴപ്പമില്ലാത്തൊരു സമയമാണ്. ഏപ്രിൽ മെയ് ഒക്കെ നല്ല കേട്ടോ. മാർച്ച് ഏപ്രിൽ മെയ് നല്ലതാണ്. അതുപോലെ തന്നെ സെപ്റ്റംബറും ഒക്ടോബറും നല്ലതാണ്. അത് കഴിഞ്ഞാൽ മഞ്ഞും എങ്ങനെയായിരിക്കും അതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും നല്ല സമയം ഞാൻ നോക്കിയിട്ട് ഈ 2 സമയമാണ് എനിക്ക് ഇവിടെ വെക്കേഷൻ സമയം എന്ന് പറയുന്നത് ഏപ്രിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഏപ്രിൽ മാസത്തിൽ പോയത്. അപ്പം അങ്ങനെയായിരുന്നു. ആ ഒരു സമയത്ത് പോകാൻ എല്ലാവരും പൂക്കളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, പൂക്കൾ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, പൂക്കളുടെ നടുവിൽ കൂടി പോകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തിൽ പോവുക. നല്ലതായിരിക്കും. നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു കാണാനും എല്ലാം. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു കമ്പനിയെ കോൺടാക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കമ്പനിയെ നമ്മൾ കോൺടാക്ട് ചെയ്ത് പോകണം. എന്നാലേ അവർ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റും ഒക്കെ തരും. നമുക്കൊരു ഭയങ്കര വാല്യുബിളായിട്ടുള്ള, കാരണം നമ്മൾ അത്ര അച്ചീവ് ചെയ്തതാണ്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. അവർ കിട്ടുന്ന സമയമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും സന്തോഷമാണ്. അപ്പോൾ അങ്ങനൊരു നല്ല കമ്പനിയെ കോൺടാക്ട് ചെയ്ത് വേണം പോകാൻ. ഞാനൊരു സജഷൻ പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ ബിബിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ക്യാമ്പിൻ ഹിമാലയ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരാളാണ്. കേരളീയൻ എന്നാണ് പുള്ളിയുടെ ചാനലിൻ്റെ പേര്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കേരളീയൻ അടിച്ചാൽ മതി. കേരളീയൻ ബിബിൻ അടിച്ചില്ലെങ്കിൽ കേരളീയന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കേരളീയൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിനകത്ത് പുള്ളി പോയിട്ടുള്ള സ്ഥലങ്ങൾ, പുള്ളി ഒറ്റയ്ക്കാണ് യാത്രയെല്ലാം. അപ്പോൾ അതൊക്കെ പോകുന്നതും ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പോകാൻ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള മൗണ്ടൻസൊക്കെ പോകുന്നത് ഈ കേരളീയൻ്റെ ബിബിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ എനിക്ക് അതിലേക്ക് പോകാൻ തോന്നിയത്. പണ്ടേ എനിക്ക് മൗണ്ടൻസും കാര്യങ്ങളും ഗ്രീനറി അല്ലെങ്കിൽ ഫോറസ്റ്റിൽ കൂടെ പോകുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ കേരളീയൻ്റെ എങ്ങനെ പോകും എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ കേരളീയൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ഞാൻ അങ്ങനെ കേരളീയനെ കോൺടാക്ട് ചെയ്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കേരളീയൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച്, നിങ്ങൾക്കും ഒരു മലയാളിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പിൻ ഹിമാലയ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് കേരളീയൻ്റെ കമ്പനി. അപ്പോൾ ആ ക്യാമ്പിൻ ഹിമാലയയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കേരളീയൻ്റെ നമ്പർ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും കിട്ടും.
അപ്പം അങ്ങനൊരു മലയാളിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളീയനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ്, ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഞാൻ പോയി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. സീന മജ്നു എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും, നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ എന്തെങ്കിലും എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന, ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രെക്കിങ്ങോ ചെയ്യണമെന്ന് ഞാൻ പറയും. നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യാത്രകൾ ചെയ്യണം. യാത്രകൾ നമുക്ക് ഭയങ്കരമായ ഒരു മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തി തരുന്നൊരു സാധനമാണ്. നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം തരുന്നൊരു ഇതാണ് നമുക്ക് യാത്രകൾ എന്ന് പറയുന്നത്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലിരിക്കുമ്പോൾ ഒരു യാത്ര ചെയ്ത് നോക്കിയേ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരോടും ഞാൻ പറയില്ല എവറസ്റ്റ് ബേസ് ക്യാമ്പിലോട്ട് പോകാൻ, കാരണം അത് ഇച്ചിരി അഡ്വഞ്ചറായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. യാത്രകൾ, ചെറിയ ചെറിയ യാത്രകൾ, ട്രക്കിങ് പോലുള്ള അതൊന്ന് ചെയ്ത് നോക്കിക്കേ. അല്ല മൗണ്ടൻസ് ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ഫോറസ്റ്റിൽ കൂടെ പോകുന്നവർ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കിയേ, നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് പല ബുദ്ധിമുട്ടുകൾ കാണും ചിലപ്പോൾ പോകാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് വിചാരിച്ച്, നാളെ എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല, ഇന്ന് മാത്രമേ, നാളെ എന്നല്ല അടുത്ത നിമിഷം നമുക്കുള്ളതല്ല, ഈ ഒരു നിമിഷം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്രകൾ ചെറിയ ബഡ്ജറ്റിൽ പോകാൻ പറ്റും, ചെറിയ പൈസയ്ക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പൈസ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റോഡ് മാർഗം നമുക്ക് ഹിച്ച് ചെയ്ത് പോകാം. ഏതെങ്കിലും വണ്ടിയിൽ കൈ കാണിച്ച് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അല്ല ബസ്സിന് പോകാം, അല്ല ട്രെയിനിന് പോകാൻ പറ്റും. അല്ല ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിന്, ചെറിയ പറഞ്ഞില്ലേ പല സമയത്ത് നോക്കുക ഫ്ലൈറ്റ് ചാർജൊക്കെ കുറഞ്ഞു വരുന്ന സമയങ്ങളുണ്ട്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന സ്ഥലം വേറെ, ഇപ്പോൾ ബേസ് ക്യാമ്പ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ടെൻ്റ് അടിച്ച് താമസിക്കാം. നമുക്കൊരു ടെൻറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ടെൻ്റ് അവിടെ നിന്ന് വാടകയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ പാത്രമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ ഫുഡൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അതൊക്കെ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. സന്തോഷം അത് നമുക്ക് ഇത്ര അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാം എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാനല്ലല്ലോ മനുഷ്യർ ആഗ്രഹിക്കുന്നത്, സന്തോഷമായിട്ടിരിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് കൂടി പോകുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. പക്ഷെ ഞാനൊരിക്കലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തന്നെ പോകാനാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തന്നെ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നത്. തന്നെ പോകുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. തന്നെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമേ ഇല്ല. നമുക്ക് കുറച്ച് സമയം ഒരു സ്ഥലത്ത് ഇരിക്കണം. ഒരു മൗണ്ടൻ കണ്ടിട്ട് നമുക്ക് ആ ഒരു മൗണ്ടനെ നോക്കി കുറച്ച് സമയം ഇരിക്കണം, അല്ല നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങണം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകണം. ഒറ്റയ്ക്കുള്ള യാത്രയിലാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല 2-3 പേര് കൂടി അല്ലെങ്കിൽ 2 പേര് കൂടിയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ വർത്തമാനവും പറഞ്ഞ് ഫോണും നോക്കി നമുക്ക് ആ ഒരു സ്ഥലം, ഇപ്പം ഏതൊരു സ്ഥലമാണെങ്കിലും ആ സ്ഥലം നമുക്ക് കാണുന്നില്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല. നമ്മൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ആ ഒരു മൈൻഡ് വേറെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് പറ്റുന്നവർ സോളോ ആയിട്ട് യാത്ര ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ വലിയതായിട്ട് എനിക്ക് ഡൗട്ട്സ് പറഞ്ഞു തരാനൊന്നും അറിയില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എപ്പോഴും ഇനി അടുത്തൊരു യാത്ര ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു യാത്രയ്ക്ക് ഒരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു യാത്ര പോകുമ്പോഴാണ് അടുത്തൊരു യാത്ര ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടാകുന്നത് അല്ലേ. കാരണം ഒരു യാത്ര നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു യാത്ര ചെയ്യാം, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും അല്ലേ. നമുക്ക് അഡ്വഞ്ചറായിട്ടുള്ള യാത്രകൾ ചെയ്തു വരുമ്പോഴല്ലോ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ, ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റി, അപ്പോൾ ഇനി അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റും, അടുത്ത നമുക്ക് ചെയ്യണമെന്ന് തന്നെ തോന്നും. നെക്സ്റ്റ് ഡേ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണം, അടുത്തൊരു മൗണ്ടൻ അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്തേക്ക് ഒക്കെ പോകണമെന്ന് നമുക്കുള്ള ഒരു തോന്നലുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു യാത്രയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കാണണം.
എനിക്ക് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ആകെപ്പാടി കുറച്ചൊക്കെ ടയേർഡായിട്ട് പോയിട്ടുണ്ട്. ലാസ്റ്റ് ദിവസമൊക്കെ എനിക്കും ത്രോട്ടിന് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും A to Z ഞാൻ പോയ എത്രയും ദിവസത്തെയും വീഡിയോ ഞാൻ നല്ല രീതിയിൽ ചെയ്ത് ഞാൻ ഒരുപാട് എഡിറ്റിങ് കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എഡിറ്റ് ചെയ്യാണ്ട് തന്നെ ഞാൻ കുറേ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റയിൽ എൻ്റെ കുറേ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കാണണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എന്തെങ്കിലും കമൻസുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനിനി മാറ്റങ്ങൾ വരുത്തണമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം എനിക്ക് വോയിസ് ഓവർ കയറ്റാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് സംസാരിച്ച് പോകുന്നത്. ചിലർക്ക് അത് ചിലപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ അത്ര ശ്വാസം പിടിച്ച് എന്തിനാണ് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സംസാരിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം അത് കമൻറ്റിൽ കൂടി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.